നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. ഒരു നിഗൂഢ ഗ്രാമത്തെക്കുറിച്ചാണ് ഇന്ന് ചരിത്രഭൂമികയിൽ പറയുന്നത്. രാജസ്ഥാനിലെ കുൽധാര ഗ്രാമത്തിന്റെ നിഗൂഢ രഹസ്യം എന്താണെന്ന് നോക്കാം. സഞ്ചാരികളെ ഭയപ്പെടുത്തുന്നതും നിഗൂഢ കഥകൾ നിറഞ്ഞതുമായ നിരവധി ഇടങ്ങൾ ഭൂമിയിലുണ്ട്. അങ്ങനെയൊരിടമാണ് ജയ്സാൽമീർ നഗരത്തിൽ നിന്ന് 25 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രധാന ഗ്രാമമായ കുൽധാര. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ പോലും പോകാൻ പേടിക്കുന്ന ഈ സ്ഥലം രാജസ്ഥാനിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് എന്നതാണ് ഏറെ രസകരമായിട്ടുള്ളത്. പ്രേതഗ്രാമമായി കുൽധാര അറിയപ്പെടുന്നതിന് കാരണം നിഗൂഢമായ ചില കഥകളും അന്ധവിശ്വാസങ്ങളുമാണ്. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ 1000-ലേറെ മനുഷ്യരെ കാണാതായ കഥയാണ് ഈ ഗ്രാമത്തിന് പറയാനുള്ളത്. അവർ എവിടേക്ക് പോയെന്നോ അവർക്ക് എന്ത് സംഭവിച്ചെന്നോ ഇന്നും ആർക്കും അറിയാത്ത നിഗൂഢ രഹസ്യം തന്നെയായി അവശേഷിക്കുന്നു. ഇന്ത്യയിൽ ടൂറിസം മാപ്പിൽ ഈ പ്രദേശവും ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഇന്ന് കുൽധാര ഒരു സംരക്ഷിത സ്മാരകമാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇവിടം പരിപാലിക്കുന്നത്. ടിക്കറ്റ് എടുത്ത് നമുക്ക് ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. നിരവധി പേർ ഈ സ്ഥലം സന്ദർശിക്കാനായി ഇവിടെ എത്താറുണ്ടെങ്കിലും സൂര്യാസ്തമയത്തിനു ശേഷവും സൂര്യോദയത്തിനു മുൻപായും ഇവിടെ സന്ദർശിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. നിരനിരയായി മൺവീടുകൾ, ഒന്നിനും മേൽക്കൂരയില്ല. തകർന്ന ചുവരുകൾ, ഏതോ സങ്കടകരമായ ഭൂതകാലത്തിന്റെ അസ്ഥികൂടങ്ങൾ പോലെ ഈ ഗ്രാമത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആകെ ഭയപ്പെടുത്തുന്ന അന്തരീക്ഷമാണ്. 200 വർഷത്തിലധികം പഴക്കമുള്ള മണ്ണുകൊണ്ട് നിർമ്മിച്ച കുടിലുകളാണ് ഇവിടെയുള്ളത്. വിനോദസഞ്ചാരികൾക്ക് ഗ്രാമത്തിനുള്ളിലെ ആഴമേറിയതും പടികളുള്ളതുമായ നിരവധി കിണറുകൾ സന്ദർശിക്കാവുന്നതാണ്. ഗ്രാമത്തിലെ ഒന്നിലധികം കിണറുകളുടെ സാന്നിധ്യം ഒരു കൂട്ടം താമസക്കാർക്ക് ഒരു കിണർ ഉണ്ടെന്ന തോന്നൽ നൽകും. ഓരോ കിണറിനും ചുറ്റും നിരവധി ദൈവങ്ങളുടെ ശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കുന്ന തൂണുകളുമുണ്ട്. ഇതിൽ തിരിച്ചറിയാവുന്ന ശില്പങ്ങളിലൊന്ന് ഗണപതിയുടേതാണ്. ഈ തൂണുകളുടെ പ്രാധാന്യം അറിയില്ലെങ്കിലും അവ ആ സ്ഥലത്തിന്റെ നിഗൂഢത വർദ്ധിപ്പിക്കുന്നു. ഈ കിണറുകളിലേക്ക് ഇറങ്ങാനാവില്ല എങ്കിലും ഇരുട്ടിലേക്ക് നയിക്കുന്ന ഗോവണിപ്പടികൾ കണ്ടാൽ അത് എത്ര ആഴത്തിലാണ് പോകുന്നതെന്ന് കാണാൻ കഴിയും. വളരെയേറെ ആഴമുള്ള കിണറുകളാണ് ഇവിടെയുള്ളത്. എന്നാൽ കുറേ അധികം കിണറുകൾ ഉണ്ട് താനും. പലിവാലി ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട 1000-ലേറെ ആളുകളാണ് പെട്ടെന്നൊരു ദിവസം ഇതുപോലെ രാവിലെ നോക്കിയപ്പോൾ കാണാതായത്. വീടുകൾ ഒഴിച്ച് മൃഗങ്ങളും പക്ഷികളും ഉൾപ്പെടെ ജീവജാലങ്ങൾ ഒന്നിനെയും കാണാനില്ലായിരുന്നു. 6 നൂറ്റാണ്ടിലേറെയായി ഗ്രാമത്തിന്റെ സന്തോഷവും സങ്കടവുമെല്ലാം ഒരുമിച്ച് പങ്കിട്ട ഒരു പറ്റം ജനങ്ങൾ എവിടെ പോയെന്ന് ആർക്കും ഒരു സൂചന പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല. കുൽധാര സന്ദർശിക്കുന്ന ആർക്കും ഇന്നും ഭയാനകമായ കാഴ്ചകളാണ് അനുഭവപ്പെടുന്നത്. ആ കഥ ഇങ്ങനെയാണ്. ഏകദേശം 300 വർഷങ്ങൾക്ക് മുൻപ് ജയ്സാൽമീർ സംസ്ഥാനത്തിന് കീഴിലുള്ള പലിവാലി സമ്പന്ന ബ്രാഹ്മണരുടെ ഗ്രാമമായിരുന്നു. ഐതിഹ്യമനുസരിച്ച് സംസ്ഥാനത്തിന്റെ പ്രധാനമന്ത്രി സലീം സിംഗിന് ഗ്രാമത്തലവന്റെ മകളെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം ഉണ്ടായത്രേ. തന്റെ ആഗ്രഹം പാലിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രധാനമന്ത്രിയുടെ കൽപ്പനയ്ക്ക് കീഴടങ്ങുന്നതിനു പകരം 83 ഗ്രാമങ്ങളിലെ ആളുകൾ അവരുടെ ഭവനങ്ങൾ ഉപേക്ഷിച്ച് അപ്രത്യക്ഷരാവുകയാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. പോകുന്നതിന് മുൻപ് പിന്നീട് ആർക്കും തങ്ങളുടെ ഗ്രാമത്തിൽ താമസിക്കാൻ കഴിയില്ലെന്ന് അവർ കുൽധാരയെ ശപിച്ചു അത്രേ. ഇത്രയും വലിയ ഒരു കൂട്ടം ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്നതിന്റെ ദുരൂഹത ഇന്നും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു. എല്ലാ വീട്ടുകാരും ഒരുമിച്ച് ഒരു രാത്രി ആരോടും പറയാതെ സ്ഥലം വിട്ടതാണോ എങ്കിൽ അവരെല്ലാം എവിടെ പോയി എന്നുള്ള സംശയം വീണ്ടും നിലനിൽക്കുന്നുണ്ട്. കുൽധാരയിൽ സംഭവിച്ചതിനെപ്പറ്റി ആധികാരികമായി ആർക്കും ഒന്നും പറഞ്ഞു തരാനാവില്ല. കുൽധാരയിലെ ആളൊഴിഞ്ഞതും ഇടുങ്ങിയതും പുരാതനവുമായ തെരുവുകൾ ഐതിഹ്യങ്ങളുടെയും ഭയപ്പെടുത്തുന്ന നാടോടി കഥകളുടെയും പ്രേതങ്ങളുടെയും അസാധാരണ പ്രവർത്തനങ്ങളുടെയും കഥകളുടെ ഉറവിടമാണ്. തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് പോലും സൂര്യൻ അസ്തമിച്ചാൽ ആർക്കും ഗ്രാമത്തിനകത്ത് പ്രവേശനം ഇപ്പോൾ അനുവദിക്കാറില്ല. കാരണം ഇരുട്ട് വീണാൽ ഇവിടെ അസാധാരണമായ പലതും സംഭവിക്കുന്നുണ്ടത്രേ. ഇവിടെ താമസിച്ചിരുന്നവരുടെ അതൃപ്തിയുള്ള ആത്മാക്കൾ ഇപ്പോഴും ഗ്രാമത്തിലെമ്പാടും വിഹരിക്കുന്നുണ്ട് എന്നാണ് ചിലർ പറയുന്നത്. അതുപോലെ തന്നെ ഭൂമിക്കടിയിൽ സ്വർണ്ണനിധി കുഴിച്ചിട്ടുണ്ട് എന്നും സന്ദർശകരെ സ്ഥലത്ത് നിന്ന് അകറ്റാനാണ് ഇത്തരം പ്രേതകഥകൾ നാട്ടുകാർ പ്രചരിപ്പിക്കുന്നത് എന്നുമൊക്കെയുള്ള പിന്നാമ്പുറ കഥകൾ പ്രചരിക്കുന്നുണ്ട്. മറ്റു ചിലർ പറയുന്നത് വെള്ളത്തിന്റെ ദൗർലഭ്യമോ ഭൂകമ്പമോ ആകാം ഇത്രയും മനുഷ്യരെ ഒരുമിച്ച് ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കിയത് എന്നാണ്. അപ്പോഴും സംശയം ബാക്കിയാണ്. ഈ ഒരു ദിവസം കൊണ്ട് എന്ത് സംഭവിച്ചു? വെള്ളമില്ലാത്തതുകൊണ്ട് ഒരു ദിവസം ആളുകളെല്ലാം മരിച്ചു പോവില്ലല്ലോ. അല്ലെങ്കിൽ ഒരു പ്രളയം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അവശിഷ്ടങ്ങൾ കാണണം. ഇത് യാതൊന്നും തന്നെയില്ല. ആ ഭൂമിയിൽ ഇതുവരെ ഒരു ജീവന് ഉണ്ടായ ലക്ഷണം പോലും ഇല്ലാതെ ഒറ്റ രാത്രി കൊണ്ട് എല്ലാവരും അപ്രത്യക്ഷരാകുകയാണ് ചെയ്തത്.
ഭൂകമ്പമുണ്ടായിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും കെട്ടിടങ്ങൾ വീണതിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികളുടെ ഒരു അവശിഷ്ടം കാണേണ്ടതാണല്ലോ. ഇതൊന്നും തന്നെയില്ല. വളർത്തുമൃഗങ്ങളുടെയോ അല്ലെങ്കിൽ മനുഷ്യരുടെയോ യാതൊരു തരത്തിലുള്ള അവശിഷ്ടങ്ങളും ഇല്ലാതെയാണ് ആ ഗ്രാമം ഒന്നാകെ തുടച്ചു നീക്കപ്പെട്ടിട്ടുള്ളത്. എന്താണ് ഇതിന് പിന്നിൽ എന്നുള്ളത് ഇപ്പോഴും നിഗൂഢ രഹസ്യമായി തന്നെ നിലനിൽക്കുന്നു.